ആലപ്പുഴ കൊമ്മാടിയിൽ ഇരട്ടക്കൊലപാതകം. മാതാപിതാക്കളെ കുത്തിക്കൊന്നു. ആഗ്നസ്, തങ്കരാജ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഒളിവിൽ പോയ കൊലയാളി പോലീസ് പിടിയിലായി. രഘുനാഥ് നാരായണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഘു, ലഹരി ആസക്തിക്കൊടുവിൽ നടന്ന കൊലപാതകമെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. അതെ അനുശ്വര, ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്. മദ്യപിച്ച് വീട്ടിൽ ബഹളമുണ്ടാക്കുക പതിവാണ്. ഇന്നും മദ്യപിച്ചു. രാത്രി 9 മണിയോടുകൂടി അച്ഛനും അമ്മയായിട്ട് വഴക്കുണ്ടായി. തങ്കരാജും ആഗ്നസ് എന്നിവരാണ് ഇവരുടെ രണ്ടുപേരുടെയും പേര്. വഴക്കിനിടയിൽ വീട്ടിൽ കറിക്ക് മറ്റും ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് അച്ഛനെയും അമ്മയും തലങ്ങും വിലങ്ങും കുത്തുകയായിരുന്നു. തലയ്ക്കും വയറ്റിലും കാലിനുമൊക്കെ അച്ഛന്റെ അമ്മയ്ക്കും കുത്തേറ്റിട്ടുണ്ട്. തുടർന്ന് ഈ വിവരം ഇയാൾ ഫോണിൽ സഹോദരിയെ വിളിച്ചറിയിക്കുകയും പുറത്തിറങ്ങി വന്ന് നാട്ടുകാരോട് ഈ വിവരം പറയുകയും ചെയ്യുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രണ്ടുപേരും മരിച്ചു. ഇതിനുശേഷം ബാബു സമീപത്തുണ്ടായിരുന്ന ബാറിലേക്ക് പോയി. അവിടെ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ ബാബു പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അച്ഛന്റെയും അമ്മയുടെയും മൃതദേഹം സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാർ പറയുന്നത് ഈ വീട്ടിൽ സ്ഥിരം മദ്യപിച്ച് ബാബു ബഹളം ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ ഒരു ബഹളമാണ് എന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും അങ്ങോട്ട് പോകാറില്ലായിരുന്നു. വീടിന്റെ വരാന്തയിലിരുന്ന് ബാബു മദ്യപിക്കുകയായിരുന്നു. മദ്യപിച്ചതിന്റെ ബാക്കി മദ്യക്കുപ്പി അടക്കം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിന്റെ തർക്കത്തിനിടയിൽ വെച്ചാണ് അച്ഛനെയും അമ്മയും അതിദാരുണമായി മകൻ കൊലപ്പെടുത്തിയത്. അതിക്രൂരമായ ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്നും പങ്കുവച്ചത്. ആലപ്പുഴ കൊമ്മാടിയിൽ ഇരട്ടക്കൊലപാതകമെന്ന വാർത്ത. പ്രതി പോലീസ് പിടിയിലായിരുന്നു.